നീ ആ ക്യാമറയുടെ പുറകിൽ അടിച്ചു നിൽക്കുകയാണ്. ബിസിനസ് മറ്റു ജില്ലകളെക്കാളും കൂടുതൽ പ്രശ്നം പറ്റുന്നതിന് മറുപടി ഞാൻ ഇത് എന്താ സംഭവം അറിയാൻ വേണ്ടിയിട്ടായി സിനിമയിൽ അഭിനയിച്ചത്. അതിൽ പറഞ്ഞു കേട്ടതിൽ നിന്ന് ഇത് നിങ്ങളുടെ കഥയാണ്, നമ്മളുടെ കഥ. പ്രണോദേട്ടൻ അങ്ങനെയൊന്നുമില്ല. ഈ സൈബർ വേൾഡ് എന്ന് പറയുന്ന എല്ലായിടത്തും ഒരുപോലെ പരന്നു കിടക്കുന്നത് പോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും ഇതിൻ്റെ തോത് ഒരുപോലെ ആയിരിക്കണം. അതിന് അത് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത് നിങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകരും ഇവിടുത്തെ നിയമ പാലകരുമാണ്. പക്ഷെ ഇത് അറിയാത്തൊരു മേഖല ഇപ്പം അരുൺ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. നമ്മൾ വെറുതെ കണ്ട് വിട്ടുപോകുന്ന പല കാര്യങ്ങൾക്ക് പിന്നിലും വലിയൊരു ബിസിനസ് ഒളിഞ്ഞിരിപ്പുണ്ടെന്നുള്ളത്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നതല്ല. അപ്പം വെറുതെ ഒരു സിനിമ അതിന് പ്രയോജനപ്പെടട്ടെ. ഇത് ആ വിക്ടിം ഫേസ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടുമൊക്കെ ആണ് ഈ സിനിമയിലെ എൻ്റെ ക്യാരക്ടറിൽ പോർട്രേ ചെയ്യണം. അപ്പോൾ ഇവനെ ഒരു വിക്ടിം ആവുമ്പോൾ അത് സമൂഹത്തിൽ അവരെ എത്രമാത്രം ബാധിക്കുന്നു, അവരുടെ ഫാമിലിയിൽ എത്രമാത്രം ബാധിക്കുന്നു. ഒരാൾക്ക് ചുമ്മാ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ അപ്ലോഡ് ചെയ്യാം, പക്ഷേ വാട്ട് ദാറ്റ് പേഴ്സൺ ഗോസ് ത്രൂ, അത് ദാറ്റ് എംബാരസ്മെൻറ്റ് ആൻഡ് എവരിത്തിങ്, അത് ഫേസ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവുള്ളൂ. സോ അതൊക്കെ ആ ഒരു സിനിമയിൽ ഈ ക്യാരക്ടർ കുറച്ച് ഡിഫറെൻ്റ് ആണെന്ന് തോന്നിയിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് 2 വർഷം മുന്നെയാണ്. അപ്പോൾ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് എല്ലാ സിനിമയിലും പോലെ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഓരോ ക്യാരക്ടർ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ വി ഹാവ് ഒരു ഹോപ്പൊക്കെ ഉണ്ടാവും. ലൈക്ക് ഓക്കെ ഇങ്ങനെ നമ്മൾ എത്ര 100% നമ്മൾ കൊടുക്കാൻ നോക്കും. സോ ലെറ്റ്സ് സീ. ഐ ഹോപ്പ് ഇപ്പം നമ്മൾ ഇതൊരു സിനിമ ജസ്റ്റ് ഒരു മെസ്സേജ് പോലെയാണ്. അത് ആക്ച്വലി ഇത് ഒരു അവയർനെസ് പോലെ തന്നെയാണ്. ഹോപ്പ്ഫുള്ളി ദാറ്റ് വിൽ മേക്ക് എൻ ഇമ്പാക്ട്. ഒരു മെഷർമെൻറ്റ് അതായത് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഒരു സ്ക്രീനിൽ ഉണ്ട്. ചില വേർഡ്സ് നമുക്ക് ഹൈഡ് ചെയ്യാം. നമുക്ക് ഇഷ്ടമല്ലാത്ത വേർഡ്സൊക്കെ നമുക്ക് വളരെ ആയിട്ടുള്ള തിങ്ക് നമുക്കത് പ്രിഫറൻസസ് ഉണ്ട്. പക്ഷേ അതും യു കാൺ ടു വാട്ട് ലെവൽ ക്യാൻ യു സ്റ്റോപ്പ് ഇറ്റ്? എത്രമാത്രം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും? സോ ചില സമയത്ത് അതുകൊണ്ടാണ് ചില സമയത്ത് ഞാൻ അധികം ആക്റ്റീവ് ആവാത്തതും. ലൈക്ക് വാട്ട്സ് എ പോയിന്റ് ഓരോ ആൾക്കാർക്ക് കമൻറ്റ് ചെയ്യാനും ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോസ്റ്റ്. ഇറ്റ്സ് നോട്ട് നെസസറി. സോ ഇഷ്ടമുള്ളപ്പോൾ ചിലപ്പോൾ തോന്നുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യും. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. ഏതാ നല്ല പേരല്ലേ? എല്ലാ വെള്ളിയാഴ്ചയും ഒരു സിനിമ ഉണ്ടാകുന്ന വലിയ ഭാഗ്യമല്ല അല്ലേ? എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ കാണുന്നു, അതുകൊണ്ട് പ്രസ് മീറ്റ് ചെയ്യുന്നു അല്ലേ? നമ്മൾ തന്നെ എപ്പോഴെത്ര കാണുന്നു, നീ ചോദ്യം ചോദിക്കുന്നു. ഇതൊക്കെ മിസ് ചെയ്യണോ? നിങ്ങളൊക്കെ മിസ് ചെയ്യും. തീരുന്നില്ല. അങ്ങനെ ഒരുപാടുണ്ട്. കുറച്ചധികം തീരും. എന്നേക്കും തീരും അല്ലേ? ഏത് അല്ല ഇനിയിപ്പം എനിക്കൊന്ന് ദിലീപേട്ട പ്രിൻസ് ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട്
പ്രിൻസിൻ്റെ ഫാമിലി, അതാണ് ഇനി അടുത്ത റിലീസ് ഉണ്ടാവുക എനിക്ക് തോന്നുന്നു. പിന്നെ ഇപ്പോൾ തുടങ്ങാൻ സോഫിയ വീക്കെൻഡിൻ്റെ പടം ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ തുടങ്ങാനിരിക്കുന്നത്. അപ്പം അടുത്ത വർഷത്തേക്ക് ഇങ്ങനെ കഴിഞ്ഞ് ചെയ്തു വെച്ചിരിക്കുന്ന കുറച്ച് പടങ്ങളുണ്ട്. ബബ്ബ കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ കുറച്ചധികം പടങ്ങളുണ്ട് ഇനി വരാനിരിക്കുന്ന. കൊപ്പങ്ങള്, അങ്ങനെ കേസ്, അങ്ങനെ കുറച്ചധികം പടങ്ങൾ ഉണ്ടാവും. എല്ലാ വെള്ളിയാഴ്ചയും ഉണ്ടാവും. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയില്ല. എന്നാലും കുറച്ച് പടങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു പടമായിട്ട് എടുത്ത് പറയാൻ പറ്റില്ല. അപ്പം ബാക്കിയുള്ള പടങ്ങളൊന്നും ഒന്നും പ്രതീക്ഷിച്ചില്ലെന്ന് വരില്ല. അങ്ങനെയല്ല, ബാക്കി അതൊക്കെ ഒരു ഫെയിറ്റല്ലേ. സിനിമ അതിൻ്റെ സക്സസും ഫെയിലും നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. എനിക്ക് അങ്ങനെ എന്താ പറയണ്ടേ, നമ്മൾ വിളിക്കുന്നു നമ്മൾ പോകുന്നു എന്ന് പറഞ്ഞ പോലെയുള്ള പടങ്ങളാണ്. ഇപ്പോൾ ബബ്ബ 8 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. ഷൂട്ടിംഗ് ഒക്കെ ഭയങ്കര രസമായിരുന്നു. പ്രിൻസും അതുപോലെ തന്നെ ഡിവൈഡിനോട് അല്ലെങ്കിൽ ഇപ്പം ചെയ്ത പടങ്ങൾ അതൊക്കെ നമ്മൾ കുറച്ച് മുന്നേ ഷൂട്ട് ചെയ്തു. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ചെയ്ത പടങ്ങൾ ഇതൊക്കെയാണ്. അതൊക്കെ തീർച്ചയായിട്ടും പ്രതീക്ഷയുള്ള സിനിമകൾ തന്നെയാണ്, വലിയ സിനിമകളാണ്. അപ്പം ഹോപ്പ്ഫുള്ളി നന്നായി വരുന്നതായിരിക്കും.